നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഹൈബ്രിഡ് സോളാർ സിസ്റ്റം ഇൻസ്റ്റലേഷനാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഒരു 5 kW 5 കിലോവാട്ട് ഹൈബ്രിഡ് സോളാർ സിസ്റ്റമാണ്. ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ ഓൺ ഗ്രിഡ് പ്ലസ് ഓഫ് ഗ്രിഡ് ആണ്. സോ നമ്മളിവിടെ ലിത്യം ബാറ്ററി വെച്ചാണ് ചെയ്തേക്കുന്നത്. സോ ഈ പ്ലേസ് എന്ന് പറയുന്നത് ടെക്നോ പാർക്കിനെ തൊട്ടടുത്ത് വരുന്നതാണ്. ട്രിവാൻഡ്രത്ത് ടെക്നോ പാർക്ക് ഫേസ് 3യുടെ ബാക്ക് സൈഡിലായിട്ട് വരും. ഇന്നിപ്പോൾ ഇവിടെ ടൊയോട്ടയുടെ ഷോറൂം. സോ ബേസിക്കലി ഇത് നമ്മൾ വെച്ചേക്കുന്ന ബൈഫേഷ്യൽ പാനൽസ് ആണ്. ഓക്കെ, പ്രീമിയർ 545 വാട്ട്സിൻ്റെ ബൈഫേഷ്യൽ പാനൽസ് ആണ്. സോ ഇവിടെ ബൈഫേഷ്യൽ പാനൽസ് വെച്ചതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ സ്പേസ് ഓബിയസ്ലി ഇവിടെ ഒരു വൈറ്റ് സർഫേസ് വൈറ്റ് കോട്ടിങ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് റിഫ്ലക്റ്റിവിറ്റി കൂടുതൽ കിട്ടും. സെക്കൻഡ്ലി നമ്മളെല്ലാവരും ചോദിക്കുന്നത് ഈ ബൈഫേഷ്യൽ പാനൽസ് ഇപ്പോൾ നോർമൽ മോണോപാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് 545 വാട്ട്സ് ആണ്. ഇത് സബ്സിഡി സ്കീമിലാണ് ചെയ്തേക്കുന്നത്. സബ്സിഡി അല്ല എന്നുണ്ടെങ്കിൽ നമുക്കിനി 570 വാട്ട്സിൻ്റെ ഉണ്ട്, 600 വാട്ട്സിൻ്റെ ഉണ്ട്, ഈവൻ 670 വാട്ട്സിൻ്റെ പാനൽസ് പോലെ ചൂസ് ചെയ്യാൻ പറ്റും. നോൺ DCR പാനൽസ്. DCR കാറ്റഗറിയിൽ നമുക്ക് ലിമിറ്റഡ് ആണ്. അപ്പം 545 വാട്ട്സിൻ്റെ പാനൽസ് നോർമലി ചൂസ് ചെയ്യാറുണ്ട്. ഈ പാനൽ എന്ന് പറയുന്നത് 545 വാട്ട്സിൻ്റെ ആണ്. പക്ഷേ ഇതിൽ ബൈഫേഷ്യൽ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇവരുടെ നെയിം പ്ലേറ്റ് തന്നെ. അതായത് പീക്ക് പവർ 545 വാട്ട്സ് എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ BNPI ബൈഫേഷ്യൽ ഫാക്ടർ വെച്ച് നോക്കുവാണെങ്കിൽ ഇത് 597 വാട്ട്സ് വരെ അവർക്ക് കൊടുക്കാൻ പറ്റും. അതായത് റിഫ്ലക്റ്റിവിറ്റി കിട്ടുമ്പം ടോപ്പ് സർഫേസിൽ നിന്നും ബോട്ടം സർഫേസിൽ നിന്നും സൺലൈറ്റ് കിട്ടി അത് ജനറേറ്റ് ആകുമ്പം അപ് ടു 597 വാട്ട്സ് വരെ പോകാൻ പറ്റും. ഓക്കെ, 545 വാട്ട്സ് ഉള്ള പാനൽസ് നമുക്ക് 597 വാട്ട്സ് വരെ പോകാൻ പറ്റും. അപ്പോൾ എന്താണ് ഇതിൽ കൂടുതലെന്ന് പറഞ്ഞാൽ കറണ്ടാണ്. വോൾട്ടേജ് സിമിലർ ആയിരിക്കും. VMP നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഡേറ്റാ ഷീറ്റിൽ. VMP സിമിലർ ആയിരിക്കും, കറണ്ട് നമുക്ക് കൂടും. ഓക്കെ, നേരെ PV സോളാർ മാൻ എന്ന് പറയുന്ന ആപ്പിൽ തന്നെ നമുക്ക് റീഡിങ്സ് കാണാൻ പറ്റുന്നതാണ്. എത്ര നമുക്ക് ഓൺ ഗ്രിഡ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര നമ്മുടെ ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്, എത്ര ലോഡിന് കൊടുത്തിട്ടുണ്ടെന്ന്. സോ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അനലിറ്റിക്സ് നമുക്ക് കാണാൻ പറ്റും. പുതിയ വേർഷൻ അവർ അപ്ഡേറ്റഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്കിവിടെ 125 ആംസിൻ്റെ ഫ്യൂസ് വെച്ചിട്ടുണ്ട്, HRC ഫ്യൂസ്. അതുപോലെ ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇൻസ്റ്റലേഷനാണിത്. ഇപ്പോൾ നിങ്ങൾക്കത് നോക്കി അറിയാൻ പറ്റും. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന DBs ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു പ്രീമിയം ക്വാളിറ്റിയാണ്. അതുപോലെ SPDs, MCBs, AC ആസ് വെൽ ആസ് DC. ഓക്കെ, സോ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി ചൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ലിത്യം ബാറ്ററി ചൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലിത്യം ബാറ്ററി യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹയർ എനർജി ഡെൻസിറ്റി കിട്ടും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്നത് പോലെ തന്നെ നമുക്ക് സൈക്കിൾസ് കൂടുതലാണ്. അപ് ടു 6000 സൈക്കിൾസ് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ലെഡ് ആസിഡ് ബാറ്ററിയിൽ നിന്ന് നോക്കുവാണെങ്കിൽ അപ് ടു 1500 മാക്സിമം 2000 സൈക്കിൾസ് വരെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ലിത്യം ബാറ്ററി ലൈഫ് കൂടുന്നുണ്ട്. അതുപോലെ ലിത്യം സേഫ് ആണോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇതിൽ നമുക്ക് BMS പ്രൊട്ടക്ഷൻ ഉണ്ട്, ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പം ഈച്ച് സെൽ ഇൻഡിവിജ്വലായിട്ട് ചാർജിങ് ഡിസ്ചാർജിങ് ഈ BMS ത്രൂ ആണ് കണക്ട് ആവുന്നത്. BMS ഓൾറെഡി ഒരു അൽഗോരിതം പോലെയാണ്. ഓക്കെ, സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ ഉണ്ട്, സിമിലർലി അതിൽ സോഫ്റ്റ്വെയറും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള BMS വെച്ച് ചെയ്തുള്ള ബാറ്ററീസ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഹസാർഡിനെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. നല്ലൊരു സേഫ് ബാറ്ററി. അതുപോലെ നമ്മളിവിടെ കണക്ട് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഫ്യൂസസ് യൂസ് ചെയ്യണം. അതുപോലെ SPDസും MCBസും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവേർട്ടറിന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഫ്യൂസസ് യൂസ് ചെയ്യണം. ഓക്കെ, ഇന്ന് നമ്മൾ സിംഗിൾ റാക്കാണ് വെച്ചേക്കുന്നത്. നമുക്ക് നാളെ കസ്റ്റമർ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റും. അഥവാ നമ്മുടെ വീട്ടിൽ ലോഡ് കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് റാക്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. അപ് ടു 16 നമ്പർ ഓഫ് റാക്സ് വരെ നമുക്ക് പാരലലിങ് ചെയ്യാൻ പറ്റും. ഇതേ നമുക്ക് 3 ഫേസ് ഹയർ കപ്പാസിറ്റി സിസ്റ്റംസിലാണെങ്കിൽ 32 നമ്പേഴ്സ് വരെ നമുക്ക് പാരലലിങ് ചെയ്യാൻ പറ്റും. സോ ഇനി വരുന്ന ഫ്യൂച്ചർ മാക്സിമം ഓൾറെഡി ഫ്യൂച്ചർ എന്നല്ല പ്രസൻറ്റ് സിറ്റുവേഷൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഹൈബ്രിഡ് സിസ്റ്റം നല്ലൊരു ട്രാക്ഷൻ കിട്ടുന്നുണ്ട്. ബിക്കോസ് നമുക്കിത് ബില്ലും കുറയ്ക്കാൻ പറ്റും. അറ്റ് എ സെയിം ടൈം നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച് ഹെവി ലോഡ്സ് റൺ ചെയ്യാൻ പറ്റും. AC, ഫ്രിഡ്ജ് പോലത്തെ ലോഡ്സൊക്കെ നമുക്ക് ഈസിലി റൺ ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചുള്ള ബാറ്ററി നമുക്ക് ഡിസൈഡ് ചെയ്യാം.